ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുന്ന കാലയളവാണ്. ഒരുപാട് പ്രകടമായ അനുഗ്രഹങ്ങളും അടയാളങ്ങളും ഒക്കെ ഈശോ നമ്മുടെ ഇടയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ അതിനേക്കാളെല്ലാം ഉപരി ദൈവം നമുക്ക് തരുന്നതായ ബോധ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കമനീയം. നമുക്ക് ദൈവം തരുന്ന ബോധ്യങ്ങൾ ഉൾക്കൊള്ളണം. അത് നമുക്ക് ഉൾക്കാഴ്ചകൾ കിട്ടുമ്പോഴാണ്, ജ്ഞാനം തെളിയുമ്പോഴാണ് നമ്മൾ ഒരു അനുഗ്രഹമായി മാറുക. ഹല്ലേലൂയ. കാരണം ബൈബിൾ പറയുന്നുണ്ട്, ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ജനം അജ്ഞത മൂലം നശിക്കുന്നു. ജനം നശിക്കാൻ ഒറ്റ കാര്യമേ ബൈബിളിലുള്ളൂ. എന്താണ്? അജ്ഞത, അറിവില്ലായ്മ. അജ്ഞതയാണ് പാപം. അറിവില്ല, അറിയേണ്ടത് അറിയുന്നില്ല. നമുക്കെന്തുമാത്രം കാര്യങ്ങൾ അറിയാം. നമുക്ക് ഗ്യാസിൻ്റെ വില അറിയാം, അരിയുടെ വില കൂടിയതറിയാം, ഓണത്തിന് ഇവിടെ കിറ്റ് കൊടുക്കുന്നതെന്നറിയാം, നമുക്ക് പഠിക്കാനറിയാം, നമുക്ക് ഭക്ഷണം നന്നായി പാചകം ചെയ്യാനറിയാം, എല്ലാം അറിയാം അല്ലേ? പക്ഷേ നമ്മൾ ദൈവവചനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിത്യതയെക്കുറിച്ച്, നമ്മുടെ ജീവനെക്കുറിച്ച് അറിവ് നമുക്ക് കുറയും. ഈ വചനം, ഈ ജ്ഞാനം ദൈവം നമുക്ക് തരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള തടസ്സങ്ങൾ എന്താണ് എന്നെന്ന് ഒരു 3 തടസ്സങ്ങൾ. അതായത് ദൈവത്തിൻ്റെ വചനം, ബൈബിൾ, നമുക്ക് ബൈബിൾ തുറന്നൊന്ന് വായിക്കാനോ പഠിക്കാനോ ദൈവത്തിൻ്റെ വചനം ഒന്ന് കേൾക്കാനോ പലപ്പോഴും തടസ്സം. ഇതെല്ലാവർക്കുമുള്ള തടസ്സമാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈ വചനത്തിന് സ്വീകരിക്കാനുള്ള തടസ്സമുണ്ടായി. അമ്മ അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതനോട് ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? അമ്മ ഇത് ചോദിക്കാനുള്ള 3 കാരണങ്ങൾ, അത് നമ്മുടെ ജീവിതവുമായി ഒന്ന് ബന്ധപ്പെടുത്തി ചിന്തിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹൗ ക്യാൻ ദിസ് ബി? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം ദൈവം അനുഗ്രഹമായി തരുമ്പോൾ, ദൈവത്തിന് ജ്ഞാനം തരാൻ വേണ്ടി നമ്മളെ ഇവിടേക്ക് വിളിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഇതല്ലോ എനിക്ക് പറഞ്ഞിട്ടുള്ളതാണോ? സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ സംശയമാണ്. പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ ഈ ചോദ്യത്തിന് കാരണം 3 കാരണങ്ങൾ നമ്മൾ കാണാം. അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? അമ്മ ചോദിച്ച അതേ ചോദ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാവും. ദൈവം എന്നോട് പറയും, ബെന്നിയച്ചൻ വിഷമിക്കണ്ട, ഇതാ ഞാൻ നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ തരാൻ പോകണം, നീ നന്നായിട്ട് പ്രവർത്തിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെ? സാധ്യതയുണ്ടോ? അങ്ങനെ പരിശുദ്ധ അമ്മ സംശയിച്ചില്ല. അമ്മ എന്തുകൊണ്ടാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കാൻ കാര്യം 3 കാര്യങ്ങൾ. ഒന്ന്, നമുക്കത് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26, 27, 28 വാക്യങ്ങളൊക്കെ വായിക്കാം അല്ലേ? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26, 27, 28 വാക്യങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യകയുടെ അടുക്കിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടേണം. 34-ാം വാക്യമോ? മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഇത് എങ്ങനെ സംഭവിക്കും? ഇത്രയും വചനം ദൈവത്തിന്റെ ഗബ്രിയേൽ ദൂതൻ, ഗിബ്ബോർ എന്ന് പറഞ്ഞാൽ, ഗിബ്ബോർ എന്ന് ദൈവത്തിന്റെ സ്വരം, ദൈവത്തിന്റെ ദൂത്, മെസ്സേജ്, ദ മൈറ്റി പവർ ഓഫ് ഗോഡ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഗിബ്ബോർ, ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവം, ഗിബ്ബോർ എന്ന് പറഞ്ഞാൽ മൈറ്റി പവർ, ദൈവത്തിൻ്റെ മൈറ്റി പവർ, ദൈവത്തിൻ്റെ സർവശക്തി ദാ വചനമായി വരുന്നു. അപ്പോൾ അമ്മ ചോദിക്കുക, ഇതെങ്ങനെ സംഭവിക്കും? ഇത് ചോദിക്കാനുള്ള കാര്യം, ഒന്ന്, മറിയം കഴിഞ്ഞത് നസ്രത്ത് എന്ന കൊച്ചു ഗ്രാമത്തിലാണ്.
എൻ്റെ നിങ്ങളുടെ ഒരു സാധ്യതയാണ് ഈ നസ്രത്ത്. ബൈബിൾ വ്യാഖ്യാനം ശ്രദ്ധിച്ച് പഠിക്കണം. അതായത് നസ്രത്ത് എന്താണ്? ഈ നസ്രത്തിൻ്റെ പ്രത്യേകത എന്നറിയാവോ? നസ്രത്ത് എന്ന് പറയുന്ന ഈ ഗ്രാമം, പഴയ നിയമം നിങ്ങൾ മുഴുവനും വായിച്ചു നോക്കിയാലും ഒരു തവണ പോലും ഈ പേര് ബൈബിളിൽ എഴുതിയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിലെ മുഴുവൻ പേജുകൾ മരിച്ചു നോക്കിയാലും ഈ പേര് മാത്രം ബൈബിളിലില്ല. ഏത്? നസ്രത്ത്. ഈ പേരില്ല. ബാക്കി എല്ലാ പേരുകളുണ്ട്. ദ ബുക്ക് ഓഫ് പ്രോമിസ്, വാഗ്ദാനങ്ങളുടെ പുസ്തകമായത്. ദൈവം പ്രവാചകന്മാരിൽ കൊടുത്ത ദൂതാണിത് മുഴുവൻ. യഹൂദന്റെ ചങ്കാണ്. ഈ ഹീബ്രു ബൈബിളിലും ഈ അറമായ ബൈബിളിലും ഈ ഗ്രീക്ക് ബൈബിളിലും ഒന്നും നസ്രത്ത് എന്നൊരു പേരേ ഇല്ല. മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ കഴിയുന്നത് നസ്രത്തിലാണ്. ഗബ്രിയേലേ, നിനക്ക് ആള് തെറ്റിയതായിരിക്കും. നീ കാര്യം പറയാൻ ജെറുസലേമിലെങ്ങാനും പോകുന്നതല്ലേ? ഇത് നസ്രത്ത് എന്ന് പറയുന്നത് ഗലീലി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഗലീലിയിലെ ഒരു പട്ടണമാണ്. ഇത് ഇങ്ങ് താഴെ നീ പോണം, അങ്ങ് വടക്ക്, അങ്ങ് ജെറുസലേമിൽ വരും. അവിടെ യൂദയ. അപ്പൊ യൂദയ, സമറിയ, ഗലീലി 3 പ്രൊവിൻസുകളാണ്. 100 മൈലുകൾക്ക് അകലെ ജെറുസലേമിൽ പോയാൽ അവിടെ കുറഞ്ഞ ഭക്ഷണം അവിടെയാണ്. ബത്ലഹേം, ദാവീദിന്റെ പട്ടണം. അവിടൊക്കെ പോയാൽ ഒരു പക്ഷെ ഉണ്ടെങ്കിൽ ദൂതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പെൺകുട്ടികളൊക്കെ ഉണ്ടാകും. അവരൊക്കെ ഇത് കേട്ടപ്പോൾ, ഇതിപ്പോ ഞാൻ കഴിയുന്നത് നസ്രത്ത്. ഒരിക്കൽ പോലും ബൈബിളിൽ പേരില്ലാത്തൊരു സ്ഥലം. ഇതെങ്ങനെ സംഭവിക്കും? ഒരിക്കൽ പോലും ദൈവം ഇത്രയും നാളായിട്ട് എൻ്റെ കുടുംബത്തിലൊന്നും ഇടപെട്ടിട്ടില്ല. ഒരിക്കൽ പോലും ദൈവമേ, നിന്റെ ഒരു വാഗ്ദാനം എൻ്റെ ഫാമിലിയിലില്ല, ഫാമിലി ഹിസ്റ്ററിയിലില്ല. ഒരു ബ്ലെസ്സിങ് നന്നായിട്ട് കിട്ടി, ഇതുവരെ ഒരറിവുമില്ല. ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകുന്നു. അപ്പോഴാണ് നീ പറയുന്നത്, ദേ ഗബ്രിയേൽ ദൂതൻ വന്ന് ദൂത് കൊടുത്തുകൊണ്ട് പറയാണ്, മറിയമേ, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. മറിയം ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ, സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമത്തെ വിഷയമാണ് ഈ നസ്രത്ത്. അതുകൊണ്ടാണ് ഫിലിപ്പോസ് വന്നിട്ട് നഥാനിയേലിനോട് പറയുന്നുണ്ട്, നഥാനിയേലേ, ഞങ്ങൾ ആരെ കണ്ടു? നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ കണ്ടു, ദൈവത്തിന്റെ മിശിഹായെ കണ്ടു. ഉടനെ നഥാനിയേൽ എന്നാ ചോദിച്ചേ? നസ്രത്തിൽ നിന്ന് വല്ല നന്മയുണ്ടാവൂടൂ? നമ്മളെക്കുറിച്ചും ഇത് തന്നെയാണ് നമുക്ക് ചോദ്യം. വല്ല നന്മയുണ്ടാവൂ? ആളുകൾ ഇതുവരെ നമ്മളെ മുഖത്ത് നോക്കിയിട്ട് കൊള്ളാമെന്നൊന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പനും അമ്മയും കൂടെ പറയാനുള്ളതെല്ലാം പറഞ്ഞ് നമ്മളെ ഈ ഗതിയിലാക്കി. നമ്മുടെ മുഖത്ത് നോക്കി നീ ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുക. നാട്ടുകാരതിനേക്കാൾ ഒരു നന്മയില്ല. ഒരു നന്മയും ഉണ്ടാകാത്തൊരിടത്ത് എങ്ങനെ ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കും? ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധ അമ്മയുടെ, ഈ നസ്രത്തിലാണ് പരിശുദ്ധ മറിയം ജീവിക്കുന്നത്. ഗബ്രിയേൽ പറയുന്നു വാഗ്ദാനം നസ്രത്തിലാണെന്ന്. ഗബ്രിയേൽ പറയുന്നു ദൈവം നോട്ടമിട്ട സ്ഥലമാണ് ഈ നസ്രത്ത് എന്ന്. നമ്മൾ പറയാ ഒരു ഗുണവും ഇല്ലാത്ത സ്ഥലം. ഹല്ലേലൂയ, സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവം നമ്മളെ വിസ്മയിപ്പിക്കും. ഇതാണ് ദൈവത്തിന്റെ വചനം. നമ്മൾ കരുതുന്നത് പോലെയല്ല ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ഞെട്ടിക്കുന്ന, നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ കുറവുള്ളവരാണെന്നും നമ്മൾ പോഴന്മാരാണെന്നും നമ്മൾ ഇത്രയും തിന്മപ്പെട്ടവരാണെന്നും ദൈവത്തിനറിയാം. എന്നാലും ഒരു ഗബ്രിയേൽ നിന്റെ വീടിനെ തിരക്കി വരും. ഇതാണ് സുവിശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വിശ്വസിക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ. ഇതെങ്ങനെ സംഭവിക്കും? പക്ഷേ കർത്താവിന് നസ്രത്ത് വേണം.
മോശ പറഞ്ഞു ഞാൻ വിക്കന. കർത്താവ് പറഞ്ഞു നിന്നെ മതി എനിക്ക്. ഫറവോന്റെ അടുത്ത് അയക്കാൻ എനിക്ക് നിന്നെ മതി. ജെറമ്യാ പറഞ്ഞു ഞാൻ പയ്യനാ, ബാലനാ. കർത്താവ് പറഞ്ഞു നിന്നെ കൊണ്ട് ഞാൻ പിഴുതെറിയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്നെ കൊണ്ട് ഞാൻ നട്ടുവളർത്താനും പിഴുതെറിയാനും ഇടിച്ചു നിരപ്പാക്കാനും നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം. നമ്മൾ പറയുന്ന നസ്രത്താ കർത്താവേ. ഒരു പ്രോമിസ് പോലും കണ്ടിട്ടില്ല, ഒരു ദൈവിക ഇടപെടൽ പോലും ഇത്ര നാളില്ല. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ ദൈവം തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഈ വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതമൊക്കെ എന്നറിയണം. വിശുദ്ധ സെയിന്റ് അഗസ്തീൻ നിങ്ങൾക്കറിയാമോ? നസ്രത്തിന്റെ ഒരു ഉദാഹരണമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം ഈ മനുഷ്യന്റെ ജീവിതത്തിൽ അജ്ഞനായി എന്ന് പറഞ്ഞാൽ ദൈവം മറഞ്ഞിരിക്കാൻ, ഒരിക്കലും ദൈവം വെളിപ്പെട്ടിട്ടില്ല. 20 വയസ്സ് വരെ വിവാഹത്തിന് മുമ്പ് അവിഹിത ബന്ധത്തിലൊക്കെ ഒരു കുഞ്ഞുപോലും ഉണ്ടായിരുന്ന ആളാണ് വിശുദ്ധ അഗസ്തീനോസ്. ജഡികാസക്തി കൊണ്ട് ഈ ജീവിതം മുഴുവനും ഇങ്ങനെ ആസക്തി കൊണ്ട് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ. ദൈവനിന്ദ, അതുപോലെ സഭാ നിന്ദ, ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഗവേഷണ വിഷയം. എവിടെ ദൈവനിന്ദ ഉള്ള ആളുകളുണ്ടോ, സഭയെ നിന്ദിക്കുന്നവരുണ്ടോ, ചെന്ന് പതിയെ അവരുടെ കൂട്ടൊക്കെ കൂടി അവർക്ക് ചായം പരിപ്പടയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ കൂടെ കൂട്ടുകൂടുന്ന ടീമായിരുന്നു ആര്? ഉറങ്ങരുത്. ഹല്ലേലൂയാ, ഏറ്റു പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അത്തരം നാടകങ്ങളിൽ അദ്ദേഹം പോയി ചാൻസ് ചോദിക്കുമായിരുന്നു. ഇവിടെ വേഷം വല്ലതും ഉണ്ടോ? ഏത് ഇങ്ങനെയുള്ള നാടകങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, ഭൂതപ്രേത പിശാചുക്കളെ പ്രസാദിപ്പിക്കുന്ന നാടകങ്ങൾ, ദൈവനിന്ദയുള്ള നാടകങ്ങൾ, ഇങ്ങനെ പ്രേതങ്ങളെയൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന നാടകങ്ങളിൽ പോയിട്ട് പുള്ളി ചാൻസ് ചോദിച്ച് നിൽക്കുമായിരുന്നു. നസ്രത്ത് നിങ്ങൾക്കറിയാമോ? നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ദൈവം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു. അമ്മയുടെ കണ്ണുനീര് മൂലം ദൈവം ഈ പൈതലിനെ വീണ്ടെടുത്തു. പിന്നീട് അദ്ദേഹം ദൈവത്തിന് വേണ്ടി മാത്രം ജീവിച്ച് സഭയുടെ ഒരു മെത്രാനായി. പിന്നീട് അൾത്താരയിലേക്ക് വിശുദ്ധനായി ഉയർത്തപ്പെട്ടു. അദ്ദേഹമായിരുന്നു പല പാഷണ്ഡതകളിൽ നിന്ന് സഭയെ രക്ഷിക്കാൻ സ്വർഗം അദ്ദേഹത്തിന് ജ്ഞാനം കൊടുത്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തീർത്തും തകർന്നു കിടന്ന ഒരു ചെറുപ്പക്കാരനാണ്. ദൈവത്തിന്റെ വചനം ഈ നസ്രത്തിൽ വരും. വിശ്വസിച്ച് പറ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈജിപ്തിലെ ഒരു വിശുദ്ധയാണ് വിശുദ്ധ മറിയം. ഈജിപ്തിലെ വിശുദ്ധ മറിയം 23 വർഷത്തോളം വേശ്യയായിട്ട് ജീവിച്ച ആളാണ് വിശുദ്ധ ഈജിപ്തിലെ മറിയം. അപ്പോൾ ഒരു ദിവസം ഇവരെല്ലാവരും കൂടെ ഈജിപ്തിൽ നിന്ന് ഇങ്ങനെ വിശുദ്ധ നാട് കാണാൻ വേണ്ടി പോയപ്പോൾ ഇവരും കൂടി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഒരു പള്ളിയിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് അകത്തോട്ട് കയറി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതായി. സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഇതൊരു ആർഭാടത്തിൻ്റെയും ഒരു ആനന്ദത്തിൻ്റെയും ഒരു ലൗകികതയുടെയും ഒരു ഭാഗമായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചൊരു പിക്നിക്കായിട്ട് പോയതാ. ഒരു പള്ളി കയറി ഇറങ്ങാൻ പറ്റുന്നില്ല. അവർക്ക് മനസ്സിലായി അദൃശ്യമായൊരു ലോകമുണ്ട്. ഈ ജഡത്തിന്റെ ലോകത്തിനപ്പുറത്തേക്കൊരു ആത്മലോകമുണ്ട്. ഒരു ദൈവത്തിന്റെ ഇടപെടലുണ്ട്. ശക്തമായി അവൾക്ക് തിരിച്ചറിഞ്ഞു. പിന്നീട് ഈ കൊച്ചൊരു തീരുമാനമെടുത്തു. നേരെ ഈജിപ്തിലേക്ക് പോയി സീനായ് പെനിൻസുലയിൽ മണലാരണ്യത്തിൽ ഒറ്റയ്ക്ക് ഒരു ഗുഹയിൽ താമസിച്ച് തപസ്വിനിയായി വിശുദ്ധയായി മാറി. അനേക ആശ്രമസ്ഥർക്ക്, പ്രിയപ്പെട്ടവരെ, വഴികാട്ടിയായി മാറാൻ ദൈവത്തിൻ്റെ വെളിപാട് കിട്ടിയ ഒരു വിശുദ്ധയായി മാറി വിശുദ്ധ മറിയം, ഈജിപ്തിലെ വിശുദ്ധ മറിയം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നസ്രത്തിൽ നിന്ന് വല്ല നന്മയുണ്ടാവോ? ദൈവത്തിന് നന്മയുണ്ടാക്കാൻ പറ്റും. ദൈവത്തിന്റെ വചനം ഈ നസ്രത്തിൽ വന്ന് വീഴും. വിശ്വസിക്കണം. വിശുദ്ധ നോബട്ട് എന്ന് പറഞ്ഞൊരു വിശുദ്ധനുണ്ട്. ഇതുപോലെയാണ് ഒരു പ്രഭുകുമാരനാണ്. 30-ാമത്തെ വയസ്സ് വരെ സുഖലോലുപതയിൽ പാട്ടും കൂത്തുമായിട്ട് കഴിഞ്ഞ ആളാണ്. പിന്നീട്
അദ്ദേഹം സമർപ്പണ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയായി മാറി. എന്ന് പറഞ്ഞാൽ അക്ഷരശ ദൈവം പറയുന്നത് മാത്രം, എന്ത് കാര്യവും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു വിശുദ്ധനായിട്ട് മാറി വിശുദ്ധ നോബർട്ട്. തോന്നുമ്പടി ജീവിച്ചാളാ, ഒറ്റ മനുഷ്യനെ അനുസരിക്കാൻ നടന്ന ആളാ, അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ആളാ, എളിമയുടെ ആൾ രൂപമായി മാറി. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറ ഹല്ലേലൂയ. നമുക്കറിയാവുന്നതാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. പാട്ടും പ്രണയവും ഇങ്ങനെ ഗിറ്റാറും ഒക്കെ ആയിട്ട് രാത്രിയുടെ യാമങ്ങളിൽ പ്രണയിനിമാരുടെ കാമുകിമാരുടെ ഒക്കെ വീടിൻ്റെ മുമ്പിൽ വന്നിരുന്ന് പാട്ട് പാടി പാടി അവരെ ഉറക്കിയിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ നടന്നൊരു ചെറുപ്പക്കാരനാണ് ആര്? ഫ്രാൻസിസ് അസീസി. ഫ്രാൻസിസ് അസീസി പ്രിയപ്പെട്ടവരെ പല രാത്രികളിലും തെരുവുകളിൽ കഴിയേണ്ടി വന്നു, പല രാത്രികളിലും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമ്പത്തും സമയവും എല്ലാം ദൂർത്തടിച്ചിട്ടും ദൈവം ആ നസ്രത്തിലേക്ക് വചനമായി വന്നു. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ഒരു കുർബാനയ്ക്ക് ആരോ നിർബന്ധിച്ച് കൊണ്ടുപോയി. കുർബാനയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പ്രായമായ ഒരു അച്ഛൻ ഇങ്ങനെ ബൈബിൾ വായിക്കപ്പോൾ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കൂടെ കാണിച്ചു കൊടുക്കണം, ഉടുപ്പ് ചോദിക്കുന്നതിന് മേലങ്കി കൂടി വിട്ടുകൊടുക്കണം, 1 മൈൽ ദൂരം സഞ്ചരിക്കാൻ പറയുന്നുണ്ട്, 2 മൈൽ ദൂരം സഞ്ചരിക്കണം. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ അച്ഛൻ കുർബാനയൊക്കെ കഴിഞ്ഞ് സാക്രിസ്റ്റി പോയി കുർബാന കുപ്പായൊക്കെ മാറിക്കൊണ്ടിരുന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഇത് കേട്ട് അതുവഴി അവിടെ ചെന്നിട്ട് ഈ അച്ഛനോട് ചോദിച്ചു, അച്ഛോ ഈ പറഞ്ഞതേ ജീവിക്കാനുള്ളതാണോ അതോ ചുമ്മാ അച്ഛൻ പറഞ്ഞാണോ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ ഇത് കേട്ടിട്ട് അച്ഛൻ പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞേ, ഇത്രയും നാളായിട്ട് ഇതൊക്കെ പറയാനേ എനിക്കറിയൂ, ജീവിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു. ഇത് ജീവിക്കാനുള്ളതാണ്, ഇത് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. അന്ന് ആ ചെറുപ്പക്കാരൻ ഇറങ്ങിയതാ. അന്ന് അയാൾ ഈ ഗിറ്റാർ താഴെ വെച്ചു. പിന്നെ അയാൾ പാടിയതും നടന്നതും എല്ലാം ഈ 33കാരന് വേണ്ടി. 2ാം ക്രിസ്തുവായി മാറി. ദൈവം 5 അക്ഷരങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ചു. ഇന്ന് 400-ൽ പരം കോൺഗ്രിഗേഷൻസ് ഈ ചെറുപ്പക്കാരന്റെ പിന്നിലുണ്ട്. ഇതാണ് പ്രിയപ്പെട്ടവരെ, നസ്രത്തിൽ നിന്ന് നന്മ വരും. ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിക്കും ചോദിക്കരുത്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമ്മൾ എഴുതി തള്ളരുത്. നമ്മൾ ചിന്തിക്കും പുകഞ്ഞ കൊള്ളി പുറത്ത് അല്ല. ദൈവത്തിന് ഒരു രീതിയുണ്ട് പ്രിയപ്പെട്ടവര്. ദൈവത്തിന്റെ രീതി എന്ന് പറയുന്നത് റിപ്പയർ ചെയ്തെടുക്കുക എന്നാണ്. ആദാമും ഹവ്വയും പാപം ചെയ്തു. വേണമെന്നുണ്ടെങ്കിൽ ആദാമിനോട് പറയായിരുന്നു, ആദാമെ വിഷമിക്കണം, അന്നേരം എനിക്കറിയായിരുന്നു അവളുടെ സ്വഭാവം നിനക്ക് പറ്റിയതല്ലെന്ന്. വിഷമിക്കേണ്ട, മറ്റേ വാരിയിലുണ്ടല്ലോ, അതെടുത്ത് ഞാൻ വേറൊരുത്തിയെ സൃഷ്ടിച്ചു തരാം, നല്ല അനുസരണമുള്ള തങ്കം പിടിച്ച ഒരാളെ. ഓക്കെ എന്ന് കർത്താവ് പറഞ്ഞോ? കർത്താവ് പറഞ്ഞ എന്താ? ആദാമേ, പറുദീസ നഷ്ടമായാലും അവിടെ കൈവിട്ടേക്കരുത്. രണ്ടും കൂടെ ഇറങ്ങിക്കോ. തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് വേറൊരു വഴിയുണ്ട്. എൻ്റെ മകനെ ഞാൻ അയക്കും, തിരിച്ചു കൊണ്ടുവരാം. പറുദീസ നഷ്ടമായാലും അവിടെ കൈവിട്ടേക്കല്ലേ. കാരണം റിപ്പയർ ചെയ്തെടുക്കാനാണ് ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളെ റിപ്പയർ ചെയ്തെടുക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇഷ്ടം. ദൈവം ഒരിക്കലും തള്ളിക്കളയുകയല്ല. എത്ര കുഴപ്പമുള്ളതാണ് കേസാണേലും ഈ നസ്രത്തിൽ കാത്തിരിക്കണം, ദൈവം വരും. ഹല്ലേലൂയ. ധൂർത്തപുത്രൻ വഴിവിട്ടുപോയി. അപ്പന് വേണമെന്നുണ്ടെങ്കിൽ പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയായിരുന്നു. നോ, വഴിക്കണ്ണുമായി അപ്പൻ കാത്തിരിക്കുക. കാതങ്ങളോളം സഞ്ചരിച്ച് ഈ മകൻ തിരിച്ചു വരുമ്പോ, ഒട്ടിയ വയറുമായി ഒട്ടിയ കവിളുമായി എല്ലും തോലുമായി മനുഷ്യൻ തിരിച്ചു വരുമ്പോ കാത്തിരിക്കുന്ന ഒരപ്പനുണ്ട്. എനിക്ക് അവനെ റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം. ദൈവം ഒരിക്കലും തള്ളിക്കളയില്ല. അമ്മ ത്രേസ്യയെ കുറിച്ച് നമുക്കറിയാം. അമ്മ ത്രേസ്യ എന്തോരം മിസ്റ്റിക്കൽ ലെവലിലേക്ക് ഉയർന്ന ആളാണെന്നുണ്ട്. നമ്മുടെ വന്യ റംബാച്ചന് അദ്ദേഹം റിസർച്ച് ചെയ്തിരിക്കുന്നത് ഈ അമ്മ ത്രേസ്യയുടെ മിസ്റ്റിസിസത്തെ കുറിച്ചാണ്. അമേരിക്കയിൽ അമ്മ ത്രേസ്യയുടെ
അതുപോലെ തന്നെ ജോൺ ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ യോഹന്നാൻ, അവരുടെ മിസ്റ്റിസിസവും മീറ്റിംഗ് പോയിന്റ് ഓഫ് എവറി വൺ ഇൻ ക്രൈസ്റ്റ്, എല്ലാവർക്കും ക്രിസ്തുവിൽ ഒന്നാകാനുള്ള ഒരു സ്പേസ് ആണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലൗകികതയിൽ വീണുപോയ ഒരു കന്യാസ്ത്രീയാണ്. നോവലുകളൊക്കെ വായിച്ച് മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി സ്വയം അലങ്കരിച്ച് ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ കാച്ചിക്കൊക്കെ ഇട്ട് തലമുടിയൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടി ഇങ്ങനെ അല്ലേ, അങ്ങനെയൊക്കെ പോയി നടന്ന ഒരു ചേച്ചിയാണ് ആര്? വിശുദ്ധ അമ്മ ത്രേസ്യ. മോടി പിടിപ്പിച്ച് ശ്രദ്ധ പതറി ജീവിച്ചവളാണ്. പ്രിയപ്പെട്ടവരെ, അലൗകികമായ ഒരു മിസ്റ്റിസിസത്തിലേക്ക് അവൾ വീണു. ദൈവത്തിൻ്റെ വെളിപാടുകളിലേക്ക് അവളുടെ ഹൃദയം അഴുകിയില്ല. പിന്നീട് പരിശുദ്ധ ആവിലായിൽ ഈ അമ്മ ത്രേസ്യയുടെ ഹൃദയം ഇപ്പോഴും സൂക്ഷിക്കപ്പെടുന്നുണ്ട്, അഴുകാത്ത ഹൃദയം. കാരണം യേശു പറഞ്ഞു, എന്നെ ഇത്രമേൽ സ്നേഹിച്ച നിന്റെ ഹൃദയം അഴിഞ്ഞു പോകാൻ എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ അങ്ങനെയൊക്കെ ദൈവം ചില കൃപകൾ കൊടുക്കും. വിശുദ്ധ അന്തോനീസിന്റെ നാവ് അഴുകാതെ, എനിക്ക് വേണ്ടി ഇത്രയും സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ നാവ് അഴുകണ്ട. കർത്താവിന് അങ്ങനെ ചില നിർബന്ധം. നമ്മളൊക്കെ മരിച്ചാൽ ബാക്ടീരിയകൾ ഓട്ടോ പിടിച്ച് അന്നേരം വന്ന് തീർത്ത് കളയും. പക്ഷേ ചില വിശുദ്ധരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കുക. വിശുദ്ധ ബർണഡീത്ത, സെന്റ് കാതറിൻ, പ്രിയപ്പെട്ടവർ, ഈ വിശുദ്ധരൊക്കെ അഴുകാതെ ഇപ്പോഴും ഇരിക്കുകയാണ്. എന്താ കാര്യം എന്നറിയാവോ? ഈ വിശുദ്ധര് ഈ ദൈവത്തെ പിന്നീട് ഒരു തിരിഞ്ഞു നോട്ടമില്ല. നസ്രത്തിൽ ഈ വചനം വന്നു, പിന്നൊരു തിരിഞ്ഞു നോട്ടമില്ല. ബുൾഡോസർ കാണും, ഇടിച്ചൊക്കെ പോവുകയാണ്. ഹല്ലേലൂയാ, സ്നേഹത്തോടെ ഹല്ലേലൂയാ. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള വലിയ ജ്ഞാനിയായിരുന്നു. അരക്കെട്ടിൽ കടാര സൂക്ഷിച്ചുകൊണ്ട് വാൾപ്പയറ്റുമായിട്ട് നടന്ന ഒരാളാണ് വിശുദ്ധൻ. കുതിരസവാരിയിലും അതുപോലെ തന്നെ വാൾപ്പയറ്റിലുമൊക്കെ ഭയങ്കര വിരുദ് കാട്ടിയ ആളാണ്. ഒരു ദിവസം ഇങ്ങനെ ലോകാരൂപിലൊക്കെ ജീവിക്കുമ്പോൾ ഒരു ചോദ്യം, ഇഗ്നേഷ്യസേ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചു പോയാൽ എന്ത് ഫലം? പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ ചോദ്യം, ആ വചനം കീഴ്മേൽ മറിച്ചു. നസ്രത്തിൽ ഈ വചനം വന്നു. പിന്നീട് ഈ മനുഷ്യൻ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാനാവാത്ത പാപമില്ല, തിരുരക്തത്തിന് കഴുകാൻ പറ്റാത്ത കറയില്ല, വീണ്ടെടുക്കാനാവാത്ത വിധം ആരും നഷ്ടപ്പെട്ടിട്ടില്ല. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കരുത്. നിന്റെ ഈ നസ്രത്തിൽ, ഈ പുസ്തകത്തിൽ ഒരിക്കൽ പോലും പേരെഴുതപ്പെടാത്ത ഒരു പട്ടണമാണ് നസ്രത്ത്. അവിടേക്ക് നിന്റെ ദൈവം വരും. വിശ്വസിച്ച് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹത്തോട് പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമ്മൾ ആരെയും എഴുതി തള്ളല്ലേ. ഇവിടെ വരുന്ന അറിവില്ലായിരിക്കാം, വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം, ജോലി ഇല്ലായിരിക്കാം, ഒരുപക്ഷെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും തകർന്നു പോയവരായിരിക്കും. പിന്നെയും ഇങ്ങനെ വാ എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരവസ്ഥ, പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ കരുണയാണ്. 2, പരിശുദ്ധ അമ്മ ചോദിക്കാൻ കാര്യം, ഇതെങ്ങനെ സംഭവിക്കും? കാരണം അമ്മ താമസിച്ച ഈ നസ്രത്ത് ഗലീലി എന്ന് പറയുന്ന ഒരു വലിയ സ്ഥലത്താണ് ഈ നസ്രത്ത് എന്ന പട്ടണം. എന്താ ഈ ഗലീലി? ഇതൊരു ഹെലനിസ്റ്റിക് പ്രോവിൻസ് ആണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഗലീലി, പരിശുദ്ധ അമ്മ ഇങ്ങനെ ചോദിക്കാൻ കാര്യം, ഞാൻ കഴിയുന്നത് ഗലീലിയിലാണ്. ഈ ഗലീലി എന്ന് പറയുന്നത് 10 സിറ്റി സ്റ്റേറ്റുകൾ കഴിയുന്ന ഒരു സ്ഥലമാണ്. 10 സിറ്റി സ്റ്റേറ്റുകൾ. ദക്കാപോളിസ് എന്നാണ് പറയുന്നത്. ദക്കാപോളിസ് എന്ന് പറഞ്ഞാൽ 10 സിറ്റി സ്റ്റേറ്റ്സ്. ദക്കാപോളിസ് പ്രദേശത്തോട് ഈശോ കടന്നുപോയി ഒരു പിശാചുബാധനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ബൈബിൾ. അപ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത, ഇവിടെ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന സ്ഥലമാണ്. ഇത് ഹോളി ലാംഗ്വേജ് ആയ ഹീബ്രു ഭാഷ സംസാരിക്കുന്ന സ്ഥലമല്ല. അറമായ ഭാഷ, യേശു സംസാരിച്ച മറ്റൊരു ഭാഷ അറമായ ഭാഷ സംസാരിക്കുന്ന സ്ഥലമല്ല. മറിച്ച് ഈ വിജാതീയര് തിങ്ങിപ്പാർക്കുന്ന ഒരു പരിസരത്താണ് അമ്മ താമസിക്കുന്നത്. അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും?
ഇത് സംഭവിക്കണമെങ്കിൽ അങ്ങ് ജെറുസലേം ഹോളി സിറ്റിയിൽ പോകണം, അല്ലെ ബെത്ലഹേമിൽ പോകണം. ഇതിവിടെ വിജാതീയരാണ്. ഇവിടെ മുഴുവനും സംസാരിക്കുന്നത് വിജാതീയ ഭാഷയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഗലീലി വിജാതീയരുടെ നാടാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇങ്ങനെ ചോദിച്ചേക്കും, ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയുണ്ട്? എൻ്റെ പരിസരം അത്ര നല്ലതല്ലല്ലോ, എൻ്റെ ബന്ധങ്ങൾ അത്ര നല്ലതല്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ തോളെ കൈയിട്ട് നടക്കുന്നവരൊന്നും ഈ ബൈബിൾ അറിയാവുന്നവരോ ഈ ദൈവവിചാരമുള്ളവരോ അല്ല. എല്ലാം ഒരുതരം ലൂക്ക്വാം ക്രിസ്ത്യൻസ്, മന്ദോഷ്ണരായ ക്രിസ്ത്യാനികൾ. എൻ്റെ കൂട്ടുകാർ അവർ സംസാരിക്കുന്നത് മുഴുവനും ലോകകാര്യങ്ങൾ, അവർ സംസാരിക്കുന്നത് മുഴുവനും സോഷ്യലിസവും പൊളിറ്റിക്സും, അവർ സംസാരിക്കുന്ന മുഴുവനും സാഹിത്യവും, ഈ ലോകത്തിലെ കച്ചവടവും ബിസിനസ്സും, 4 കാശ് എങ്ങനെ അപ്പുറത്തെ പോക്കറ്റിൽ നിന്ന് ഇപ്പുറത്തെത്തിക്കാം, ഈ സിനിമ കാര്യങ്ങൾ, സിനിമയെക്കുറിച്ച്, വീഡിയോയെക്കുറിച്ച്, ഇതൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. മൈ സ്റ്റേറ്റ്, മൈ പ്രസൻസ് ഈസ് ഇൻ എ ഹെലനിസ്റ്റിക് സ്റ്റേറ്റ്. എൻ്റെ സാന്നിധ്യം, ഞാൻ ജീവിക്കുന്നത് വിജാതിരുടെ ഇടയിലാണ്. ഇതെങ്ങനെ സംഭവിക്കും? പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനൊരു സംശയമുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? ഈ പേഗനിസം, ക്രിസ്തീയമല്ലാത്ത അന്തരീക്ഷം. പിന്നെ വല്ലപ്പോഴും ഞായറാഴ്ച ഒന്ന് പള്ളിയിൽ പോകും. ബാക്കി നമ്മൾ TV തുറന്നാൽ കാണുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏതെങ്കിലും നന്മയാണോ? നാട്ടുകാരുടെ മുഴുവനും നുണകളും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരികയാണ്. ഇത് തുറന്നു വെച്ച് കേൾക്കുന്നത് മുഴുവനും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ചില ആളുകളൊക്കെ 50 വയസ്സ് വരെ ജീവിച്ച് 25 വർഷവും TV, ഈ സ്ക്രീൻ ടൈം, ഇതിങ്ങനെ കണ്ട് ഇങ്ങനെ കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മളും ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഇനിയും വല്ല നന്മയുണ്ടാവും? പ്രിയപ്പെട്ടവരെ, ദൈവം പറയാണ്, നീ ഇങ്ങനെ ജീവിച്ചാലും മനസാന്തരം വേണം. നിന്റെ ഈ ഗലീലയിൽ ദൈവത്തിൻ്റെ ദൂത് വരും. ഹല്ലേലൂയ. സ്നേഹത്തോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയമല്ലാത്ത അന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ ദൈവത്തിന്റെ ആത്മാവ് തൊട്ടത് ലോകത്തിന്റെ ചരിത്രം. നിങ്ങൾക്കറിയാം, 1970 കാനഡയിൽ കനേഡിയൻ പാർലമെന്റിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ഒരു 20 വയസ്സുള്ള ചെറുപ്പക്കാരനുണ്ട്. ഷോൺസൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 1970 കനേഡിയൻ പാർലമെന്റിലേക്ക് വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച ഈ ഷോൺസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ നോക്കി അന്നത്തെ ആളുകളും ലോകവും മാധ്യമങ്ങളും വിളിച്ചു പറഞ്ഞു, ഇയാളാണ് ഇനി ഞങ്ങളുടെ ഭാവി പ്രധാനമന്ത്രി. പക്ഷേ അടുത്ത വർഷം അയാൾ സെമിനാരിൽ ചേർന്ന ഒരു അച്ഛനായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയമല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ്, ക്രിസ്തീയമല്ലാത്തൊരു പരിസരത്തിലാണ്. പക്ഷേ ദൈവത്തിന്റെ വചനം പ്രവർത്തിച്ച് അതിനെ മാറ്റും. നിങ്ങൾക്കറിയാം, 1973 ലോക സുന്ദരി പട്ടമണിഞ്ഞ ക്രിസ്റ്റീന എന്നൊരു പെൺകുട്ടിയുണ്ട്. ലോകം മുഴുവൻ അവളുടെ പുറകെ നടന്നിട്ട് പറഞ്ഞു, കോടികൾ വാഗ്ദാനം ചെയ്തു, ഹോളിവുഡ് സിനിമകളിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവൾ നേരെ വിപരീതമായി എല്ലാ പ്രതിഫലവും വേണ്ടെന്ന് വെച്ചിട്ട് നസ്രത്തിലെ 33കാരനെ കല്യാണം കഴിച്ച് മഠത്തിൽ ചേർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ലോകത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ ഒരു പരിസരം, എൻവയൺമെന്റ്, ക്രിസ്തീയമല്ലാത്ത ഒരു അന്തരീക്ഷം നമുക്കുണ്ടാകാം. പക്ഷെ ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കാൻ നമ്മൾ വിട്ടുകൊടുത്തുണ്ടല്ലോ. ഇതാ കർത്താവിന്റെ ദാസൻ എന്നൊന്ന് പറയാമോ? ഇതാ കർത്താവിന്റെ ദാസൻ, ഈ വചനം ക്രിയ ചെയ്യും. ഹല്ലേലൂയ, സ്നേഹത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2014 സ്പെയിനിൽ സ്പാനിഷ് നടിയും മോഡലുമായ ഒല്ലാലോ ഒലിവറോസ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, ഈ വലിയ വലിയ എല്ലാ തരത്തിലുമുള്ള കലാമൂല്യമുള്ള സിനിമകളിലേക്ക് ചാൻസ് കിട്ടിയ ഒരു പെൺകുട്ടിയാണ്. അവൾ ഇതുപോലെ മഠത്തിൽ ചേർന്ന് കന്യാസ്ത്രീ. ലോകം ഞെട്ടിപ്പോയി. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം എഴുതി തള്ളരുത്. നമ്മുടെ പരിസരവും അന്തരീക്ഷവും ഒക്കെ പരിമിതമാണെന്നും ലൗകികമാണെന്നും ഒക്കെ കരുതി വിധി എഴുതരുത്. ദൈവത്തിൻ്റെ വചനം കേൾക്കാനും അതിന് ആമേൻ പറയാനും തയ്യാറായാൽ ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സന്ധ്യയിൽ
ഇതെങ്ങനെ സംഭവിക്കുമെന്ന് കരുതി വിഷമിക്കരുത്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് എനിക്കിതൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടും, അവരൊക്കെ നല്ല വിശുദ്ധരാ. ഞാൻ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ദൈവത്തിൻ്റെ ഇടപെടലോ ദൈവാനുഭവം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു ദൈവാനുഭവത്തിന് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് ചുമ്മാ നടക്കാവുന്നേ ഉള്ളൂ. ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടി? പ്രിയപ്പെട്ടവരെ, ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞു ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏറ്റു പറയാം. കർത്താവായ ഈശോയേ, കർത്താവായ ഈശോയേ, അങ്ങയുടെ ജീവദായകമായ ദൈവീകമായ വചനത്തിന്റെ അത്ഭുത ശക്തിയെ തിരിച്ചറിയുവാനും ഏറ്റുപറയുവാനും എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വചനത്തിന്റെ അത്ഭുത ശക്തി എന്നിൽ ക്രിയ ചെയ്യണമേ. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, നമ്മൾ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാണ്.